വാഗ്മയം ഭാഷാ തിരഞ്ഞെടുപ്പ് LP വിഭാഗം 2023-24 വർഷം ചോദിച്ച സ്കൂൾ തല ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ ആകെ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോ ചോദ്യത്തിനും 5 സ്കോർ വീതമാണ്. അങ്ങനെ ആകെ 25 സ്കോറാണ് ഇതിലുള്ളത്. ഈ പരീക്ഷയ്ക്ക് 1 മണിക്കൂറാണ് ഉള്ളത്. നമുക്ക് 1 മണിക്കൂറൊന്നും ആവശ്യമില്ല. അറിയുന്ന കുട്ടികൾക്ക് അത് പെട്ടെന്ന് എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ഇഞ്ച എന്ന അക്ഷരം വരുന്ന 5 പദങ്ങൾ എഴുതുക. ഉത്തരം: വഞ്ചി, പഞ്ചസാര, തഞ്ചാവൂർ, മഞ്ചാടി, കൊഞ്ച്, പുഞ്ചിരി. ഈ പുഞ്ചിരി എന്നുള്ളത് ഒരു ക്രിയാവാക്കാണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കൊഞ്ച ഒരു ജീവിയുടെ പേരാണ്, മഞ്ചാടി ഒരു സാധനത്തിന്റെ പേരാണ്, തഞ്ചാവൂർ ഒരു സ്ഥലപ്പേരാണ്, പഞ്ചസാരയും ഒരു സാധനത്തിന്റെ പേരാണ്, വഞ്ചി ഒരു വാഹനത്തിന്റെ പേരാണ്. ഇങ്ങനെ നമ്മൾ ഏതൊരു അക്ഷരം കൊണ്ട് എഴുതാൻ പറയുമ്പോൾ പലതരത്തിലുള്ള വാക്കുകൾ ഇടകലർത്തി എഴുതുന്നതായിരിക്കും നല്ലത്. എല്ലാം ക്രിയാപദങ്ങൾ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്, എല്ലാം ആൾക്കാരുടെ പേര്, അങ്ങനെ എഴുതിയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുകയില്ല. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കവിത ഉചിതമായ നിറങ്ങളുടെ പേര് ചേർത്ത് പൂരിപ്പിക്കുക. അതിന് 5 സ്കോറാണുള്ളത്. 5 സ്കോറിന് 5 പോയിന്റ് നമ്മൾ അതിൽ എഴുതണം. ഈ ചോദ്യത്തിൽ അടിയിൽ പച്ച, കറുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള ഇങ്ങനെ 5 ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. ഇതിലെ ഏത് ഭാഗത്ത് ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഈ 5 എണ്ണം ശരിയായാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ആകാശദേശത്തു മാഴിപ്പാരപ്പിലും ആഭ വളർത്തുന്നാകുന്നു ഞാൻ, വള്ളിപ്പാടർപ്പിനും അമര ചാത്തിനും നല്ലൊരു ശോഭയേകിടുന്നു ഞാൻ, അന്തിമേഘത്തിലും ചന്തമാരയിലും ചന്തം താഴപ്പിച്ചു മിന്നും ഞാൻ, വാഴപ്പാഴത്തിനും കൊന്നതൻ പൂവിനും വാരുറ്റ കാന്തിയാരുളുന്ന ഞാൻ, കാക്കതൻ തൂവലിൽ കൂരിരുൾ ചാർത്തിലും നീക്കമില്ലാതഴകേറ്റും ഞാൻ. ഇവിടെ നമുക്ക് നിസാരമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ നിസാരമായി ഉത്തരം എഴുതരുത്. നമ്മൾ ഈ കവിത 2 or 3 തവണ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഉത്തരസൂചിക വേണ്ടെടുത്ത് സൂചിപ്പിച്ച് എഴുതാം. ഒന്നാമത്തേത് ആകാശദേശം. ആകാശദേശം എന്ന് പറഞ്ഞാൽ ആകാശം. ആഴിപ്പരപ്പ് എന്ന് പറഞ്ഞാൽ ആ സമുദ്രം, കടല്. അതിലുള്ള നിറം ഏത്? അത് നമുക്കറിയാം. ആകാശത്തിന്റെ നീല നിറം കടലിനും നീല നിറമാണ്. അപ്പൊ അവിടെ വേണ്ടത് നീലയാണ്. 5 ഉത്തരങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ പച്ച, കറുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള. ഒരെണ്ണം അധികം വന്നിട്ടുണ്ട്. വെള്ള നമുക്ക് അധികം വന്നിട്ടുണ്ട്. വെള്ള നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നമ്മളത് എഴുതിയിട്ടില്ല. അടുത്ത ചോദ്യം 3ാമത്തെ ചോദ്യമാണ്. താഴെ നൽകിയിരിക്കുന്ന കവിതാ ഭാഗം വായിച്ചുവല്ലോ. നിങ്ങൾ കണ്ടെത്തിയ 10 പദങ്ങൾ കുറിക്കുക. ഇവിടെ 10 എണ്ണം നമ്മൾ ഉത്തരം എഴുതിയാൽ 5 മാർക്കാണ് കിട്ടുന്നത്. അതായത് ഒരു ഉത്തരത്തിന് 1/2 മാർക്ക് വീതമാണ്. ഇവിടെ ഈ കവിത വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 5 വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. ഈ കവിതയിലുള്ള 5 വാക്കുകളാണ് എഴുതേണ്ടത്. ആദ്യം നമ്മൾ കവിത വായിച്ചു നോക്കണം. എപ്പോഴും ഒരു 2 or 3 തവണ വായിച്ചതൊന്നും മനസ്സിലാക്കണം. കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയാതമ്മയാണോ, വല്ലതും വാശി പീഡിച്ചുവോ നീ, വല്ലതും തട്ടിമാറിച്ചുവോ നീ, അമ്മ കായർക്കുവാനെന്തു മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം, താഴേക്കു പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ, പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയാതമ്മയാണോ. ജി ശങ്കരക്കുറുപ്പ് എഴുതിയൊരു കവിതയാണ്. ഈ ജി ശങ്കരക്കുറുപ്പ് എന്നുള്ളത് നമ്മളൊരു വാക്കായിട്ട് പരിഗണിക്കാൻ പാടില്ല. കവിതാ ഭാഗത്തിലെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. കവിതാ ഭാഗത്തിലെ 10 വാക്കുകളാണ് എഴുതേണ്ടത്. ഇത് നമുക്ക് എഴുതാം. കൊച്ചു നക്ഷത്രമേ എന്നൊരു വാക്കുണ്ട്. അത് അതേപോലെ തന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത് ഒരു വാക്കാക്കിയിട്ടാണ് എഴുതേണ്ടത്. കൊച്ചു നക്ഷത്രം. മച്ചിലിരുത്തിയത് അമ്മയാണോ. അത് കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് എഴുതിയിരിക്കുകയാണ്. അതിനെ നമ്മൾ പിരിച്ചെഴുതണം. മച്ചിൽ ഇരുത്തിയത് അമ്മ ആണോ. അപ്പൊ അതിൽ നമുക്ക് നല്ല ഭംഗിയുള്ള വാക്കുകൾ നോക്കി എഴുതാം. മച്ച് എന്നെഴുതാം.
അല്ലെങ്കിൽ മച്ചിലിരുത്തിയത് എന്ന് എഴുതാം. അമ്മ എഴുതാം. ഇനി വല്ലതും തട്ടിമറിച്ചുവോ നീ, വല്ലതും അതെഴുതാം. തട്ടിമറിച്ചുവോ, തട്ടിമറിക്കുക എന്നൊക്കെ എഴുതാം. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റുന്ന വാക്കുകൾ നോക്കി 10 എഴുതിയാൽ മതി. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കാം. കഥയിലെ 5 വാക്യങ്ങളാണിവ. വായിച്ച് ആശയം ഉൾക്കൊണ്ടല്ലോ. വാക്യങ്ങളെ ഉചിതമായി ക്രമീകരിച്ച് കഥ തയ്യാറാക്കൂ. സ്കോർ 5. 5 ബോക്സിലായിട്ട് ഒരു കഥേനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചുവിടെ ക്രമം തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ക്രമീകരിച്ചെഴുതണം. ഇത് നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പെൻസിൽ കൊണ്ട് ഓരോ കള്ളിയിൽ 1, 2, 3 അങ്ങനെ എഴുതിയിട്ട് വീണ്ടും ആ 1, 2, 3 നമ്മൾ നോട്ട് ചെയ്ത പ്രകാരം ഒന്ന് വായിച്ചു നോക്കുക. കഥയ്ക്ക് ആ ഒഴുക്കോടുകൂടി പോകുന്നുണ്ടോ എന്ന് 2, 3 തവണ വായിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ തന്നിരിക്കുന്ന ബോക്സുകളിൽ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഭക്ഷണം കളയില്ലേ മക്കളെ, മഴക്കാലത്തേക്ക് കരുതണം, അമ്മ എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കും. ഞങ്ങൾ ആഹാരം പാഴാക്കില്ല, ഇനി ഞങ്ങൾ ആഹാരം കരുതി വെക്കും. മഴക്കാലം എത്തി, തീറ്റ തേടി പോകാൻ പറ്റാതായി, കുഞ്ഞുങ്ങൾക്ക് വിശന്നു, അമ്മ പറഞ്ഞത് അവർ ഓർത്തു. കിന്നഴിപ്പുഴയുടെ തീരത്താണ് ചക്കരമാവ്, പ്രാവും മക്കളും അവിടെയാണ് താമസം. മഹാവികൃതികളാണ് മക്കൾ, അമ്മ കഷ്ടപ്പെട്ട് എന്നും അരിമണികൾ കൊണ്ടുവരും, മക്കളോ അവ കൊത്തി വെള്ളത്തിലിടും. തുടക്കം ക്രമേണ ഇങ്ങനെ വർദ്ധിച്ച് അവസാനം ഒരു പരിസമാപ്തിയിലെത്തുന്നു. ആ രീതിയിൽ നമ്മളുടെ മനസ്സിൽ ഒരു ചിത്രം വരുത്തണം ഈ പ്രാവിന്റെയും മക്കളുടെയും കഥ. 1-2 തവണ വായിച്ചതിന് ശേഷം 1ാമത് വരേണ്ടത് ഏത് എന്നൊരു ഊഹം വെച്ച് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യുന്നു, പിന്നെ 2, പിന്നെ 3. ഇനി അതിനുശേഷം നമ്മൾ ഈ ഊഹം വെച്ച് മാർക്ക് ചെയ്ത് 1, 2, 3 ആ ക്രമത്തിൽ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആ കഥയുടെ ഒഴുക്ക് എവിടെയെങ്കിലും തടസ്സപ്പെടുന്നതായി കണ്ടാൽ നമുക്ക് മാറ്റി തിരുത്തി എഴുതി, അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരുത്തി എഴുതിയാൽ മാത്രമേ നമുക്കിത് ശരിയായ ഉത്തരം കണ്ടെത്തുകയുള്ളൂ. ചിലത് വായിക്കുമ്പോൾ ഇത് ഒരേപോലെ തോന്നും, 2ാമതാണോ അതോ 3ാമതാണോ എന്നൊരു സംശയം തോന്നും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കിയ അർത്ഥവും ആശയവും മനസ്സിലാക്കിയതിന് ശേഷം പൂർത്തീകരിച്ചെഴുതുക. ഇവിടെ ഈ കഥ പൂർത്തീകരിച്ചതിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. 5ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ആശയം ഉൾക്കൊണ്ട് താളം തിരിച്ചറിഞ്ഞ് വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കുക. 5 സ്കോറാണ്. 5 വരി മതിയാകും എന്നവിടെ കൊടുത്തിട്ടുണ്ട്. 5 വരി നമ്മൾ എഴുതിയാൽ മതി. ശ്രദ്ധിച്ച് ആദ്യത്തെ 5 വരി നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കണം. ആദ്യത്തെ 5 വരിക്കാണ് മാർക്ക് തരുന്നത്. നമ്മൾ ക്ലാസ്സിലൊക്കെ എഴുതുമ്പോൾ കുറെ എഴുതിയാലും ഇടയിലൊക്കെ നല്ല വരികൾ ഉണ്ടെങ്കിൽ അതിന് ടിക്കിട്ട് ടീച്ചർ മാർക്ക് തരും. അങ്ങനെ മാർക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പരീക്ഷയല്ല, നല്ല പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇടയിൽ നല്ല വരികൾ എഴുതിയാൽ അത് നോക്കി മാർക്ക് ഇട്ട് തരികയില്ല. ആദ്യം എഴുതിയ 5 വരി ഏറ്റവും നന്നാക്കി എഴുതണം. കവിത വായിച്ചു നോക്കാം. മഴ 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 പെയ്യുന്നേ, കുടയുടെ മീതെ പെയ്യുന്നേ, മഴ 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 പെയ്യുമ്പോൾ കുട്ടികൾ തുള്ളി ചാടുന്നേ. ഇതൊരു 4-5 തവണ വായിക്കുക. ആദ്യം തന്നെ നമുക്കതിന്റെ ഈണം കിട്ടിക്കൊള്ളണമെന്നില്ല. 4-5 തവണ വായിച്ച് നമ്മുടെ മനസ്സിലൊരു ഈണം ഉറപ്പിക്കുക. ആ ഈണത്തിന് ചേരുന്ന വരികളാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ഒരു റഫ് പേജ് തരികയാണെങ്കിൽ, ടീച്ചർ തരികയാണെങ്കിൽ നമുക്കതിൽ വെട്ടി എഴുതി ശരിയാക്കാം. മഴ 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 പെയ്യുന്നേ, അത് നമുക്ക് ആ വരി അങ്ങനെ തന്നെ എഴുതാം. 2ാമത്തെ വരി, കുടയുടെ മീതെ പെയ്യുന്നേ. അപ്പം മഴ ഒരു കുടയുടെ മീതെ പെയ്യുന്നതായിട്ടാണ്. ഇനി നമുക്കത് പൂവിൻ്റെ മീതെ പെയ്യുന്നതും പാറയുടെ മീതെ പെയ്യുന്നതും സ്കൂളിന് മീതെ പെയ്യുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റിയാണ് എഴുതേണ്ടത്. ഞാനിവിടെ പൂവിന് മേലെ പെയ്യുന്നേ എന്ന രീതിയിൽ എഴുതാൻ തുടങ്ങുകയാണ്. മഴ 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 പെയ്യുന്നേ, പൂവിനു മേലെ പെയ്യുന്നേ. അവിടെ പൂവിന് മീതെ എന്നുള്ളത് ഞാൻ പൂവിന് മേലെ എന്നൊന്നാക്കി. 3ാമത്തെ വരി എഴുതാം. മഴ 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 പെയ്യുമ്പോൾ, പൂവിന് മേലെ മഴ പെയ്യുമ്പോൾ പൂമ്പാറ്റകളൊക്കെ പാറി ഒളിക്കുന്നു എന്ന രീതിയിലാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം. അപ്പം ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മഴ 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 പെയ്യുമ്പോൾ പൂമ്പാറ്റകൾ പാറി ഒളിക്കുന്നേ. അവിടെ പൂമ്പാറ്റകൾ എന്നുള്ളത് ഞാൻ ആ പൂം എന്നുള്ളത് 3ാമത്തെ വരിയോട് ചേർത്ത് എഴുതി. കാരണം നമുക്കൊരു താളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ താളം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. മഴ 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 പെയ്യുമ്പോൾ പൂമ്പാറ്റകൾ പാറി ഒളിക്കുന്നേ. ഇനി ഇതേപോലെ ഒരു 4 വരിയും കൂടി ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഒരു മാവിന്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ മാമ്പഴമൊക്കെ ഇങ്ങനെ നിലത്തേക്ക് വീഴുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അങ്ങനെ ഒരു വരി എഴുതാൻ ശ്രമിക്കുകയാണ്. ഒറ്റയടിക്ക് എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. വെട്ടിത്തിരുത്തിയാണ് ഞാനും എഴുതിയിരിക്കുന്നത്. നിങ്ങളും അങ്ങനെയാണ് എഴുതേണ്ടത്. മഴ 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 പെയ്യുന്നേ, മാവിനു മേലെ പെയ്യുന്നേ.
മഴ 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 പെയ്യുമ്പോൾ മാമ്പഴം ചടപട വീഴുന്നേ. മാമ്പഴം ചടപട വീഴുന്നേ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. പിന്നീട് അത് വായിച്ചപ്പോൾ ചടപടാന്നൊരു ഇത് നമ്മൾ ആൾക്കാരൊക്കെ വീഴുകയാണെങ്കിലാണ് ചടപടയെന്ന് വീണു, അല്ലെങ്കിൽ ഓടിപ്പോകുന്നവരെ ചടപടയെന്ന് ഓടിപ്പോയി എന്ന് പറയുന്നത്. മാങ്ങ വീഴുമ്പോൾ പടപടപടാന്നൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ചട എന്നുള്ളതും പടാന്നാക്കി മാറ്റി. മഴ 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 പെയ്യുന്നേ മാവിനു മേലെ പെയ്യുന്നേ. മഴ 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 പെയ്യുമ്പോൾ മാമ്പഴം പടപട വീഴുന്നേ. മാമ്പഴം പടപട വീഴുന്നേ. ആ പടപടയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഈണം കിട്ടും. അക്ഷരങ്ങൾ ഒരേ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് ഈണത്തിൽ എഴുതാൻ സാധിക്കും. ഇതിൻ്റെ ഉത്തരസൂചികയും ഈ വീഡിയോ ഇത്രയുമാണ് LP സ്കൂൾ തലം പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ. Okay, thank you for watching this video.